സൗദിയിൽ ഒരു വിപ്ലവാത്മകമായിട്ടുള്ള തീരുമാനം വരുന്നു. അതായത് സ്ത്രീകൾക്ക് സ്പോർട്സ് സ്റ്റേഡിയത്തിൽ സൗദിയിൽ പ്രവേശനം അനുവദിക്കുന്നത് 2018 ഇപ്പോഴിതാ ഈ രാജ്യത്ത് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ ടെന്നീസ് ഇവൻറ്റ് നടക്കാനായി പോവുകയാണ്. ഈ വനിതാ ടെന്നീസ് ഇവൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഫോട്ടോഷൂട്ട് സൗദിയിൽ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. നമുക്കറിയാം 2024 മെയ്യിൽ അവിടെ സ്വിം സ്യൂട്ട് മേള അല്ലെങ്കിൽ സ്വിം സ്യൂട്ട്, സ്ത്രീകൾ സ്വിം സ്യൂട്ട് ഇട്ടുകൊണ്ട് സൗദി അറേബ്യയിൽ ഉള്ള ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. സൗദിയിലൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ് ഈ സ്വിം സ്യൂട്ട് ഫാഷൻ ഷോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സൗദി അറേബ്യയിലേക്ക് കൂടുതൽ ഫാഷൻ കടന്നു വരുന്ന പശ്ചാത്തലത്തിൽ ഈ സൗദിയിൽ ഈ സ്ത്രീകൾ കൂടുതൽ ഫാഷനബിളായി ഫോട്ടോഷൂട്ട് നടത്തുന്ന, അതായത് ഈ ടെന്നീസിന് മത്സരിക്കാമെന്ന സ്ത്രീകൾ ഫോട്ടോഷൂട്ട് നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 2025 ടൂറിലെ 8 മുൻനിര വനിതാ ടെന്നീസ് താരങ്ങൾ ഈ വർഷം WTA ഫൈനലിൽ മത്സരിക്കുന്നുണ്ട്. ഇതിൽ ജെസിക്ക പെഗുല, ജാസ്മിൻ പൗളിനി, മാഡിസൺ കീസ്, ഇഗ സ്വെഡെക്, അമാൻഡ അനീസിമോവ, അരീന സമ്പലങ്ക, എലീന റൈബാനിക്ക, കൊഫോ ഗൗഫ്, യുമ അൽ അറാഷി, കോക്കോ ഗൗഫ് എന്നിവരാണ് ഇപ്പോൾ ഇതിൽ മത്സരിക്കുന്നത്. സൗദി അറേബ്യയിലെ റിയാദിൽ ഈ ആഴ്ച നടക്കുന്ന വനിതാ ടെന്നീസ് അസോസിയേഷൻ ഫൈനലുകൾക്ക് മുന്നോടിയായി മികച്ച 8 ടെന്നീസ് താരങ്ങളും മികച്ച 8 ടീമുകളും ഈ വർഷത്തെ ഫൈനൽ ട്രോഫികൾക്കായി റൗണ്ട് റോബിൻ ഫോർമാറ്റിൽ പരസ്പരം മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഒരു മുറ്റത്ത് സ്വർണം പൂശിയ ഭീമാകാരമായിട്ടുള്ള വാതിലുകൾക്ക് മുന്നിൽ ഫോട്ടോഗ്രാഫർ യുംന അൽ അറാഷി പകർത്തിയ ചിത്രത്തിൽ ഗൗഫ് ഒരു കസ്റ്റം മിയു വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതായത് ഒരു ഇറ്റാലിയൻ ആഡംബര വസ്ത്രമാണ് ഈ മിയു വസ്ത്രം എന്ന് പറയുന്നത്. അവരുടെ കോർട്ട് കിറ്റുകൾ ഈ ബ്രാൻഡാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സമ്പലങ്ക ചുവന്ന ആൽബെൽറ്റ ഫെറൈറ്റി കേപ്പ് ബാക്ക് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. സിയാടെക് സൗദി സഹോദരിമാരായ സാറയും സിഹാം അൽബിനാലിയും വരച്ച കസ്റ്റംലർ ലൈൻ ഗൗൺ ധരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം അവിടെ ധരിച്ചുകൊണ്ട് ഇവർ നിൽക്കുമ്പോൾ വലിയ വാർത്താ പ്രാധാന്യമാണ് ഇതിന് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും യാഥാസ്ഥിതികമായിട്ടുള്ള മുസ്ലിം സമൂഹങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്ന സ്പോർട്സ്, ഫാഷൻ, കോമഡി തുടങ്ങിയ പാശ്ചാത്യ സംസ്കാരങ്ങളുടെ മൂലക്കല്ലുകളെ എല്ലാം തന്നെ ഇറക്കുമതി ചെയ്യുന്നതിനായി സൗദി അറേബ്യ നിക്ഷേപങ്ങൾ ഇരട്ടിയാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.